അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട എൻ്റെ വിശ്വാസികളെ, പ്രേക്ഷകരെ, എല്ലാവരും സുഖമായും സന്തോഷകരമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. അല്ലാഹുവേ, നീയല്ലാതെ ഞങ്ങൾക്ക് തുണയില്ല റബ്ബേ. നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ല. ഞങ്ങളെല്ലാവരും വളരെയധികം വിഷമത്തിലും പ്രയാസത്തിലുമാണ് റബ്ബേ. ഞങ്ങളെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നീ തൗഫീക്ക് നൽകണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് പുഞ്ചിരി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ ചൊരിയണമേ അല്ല. ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ല. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഗൗരവകരമേറിയ ഒരു വിഷയത്തെ പറ്റിയാണ്. പലരും എന്നോട് ആവശ്യപ്പെട്ട് ഫലം കിട്ടിയ ഒരു ദിക്റിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പലരും എന്നോട് ഒത്തിരി വിഷമത്തോടെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഇത്ത, ഞാൻ ഒരാൾക്ക് കുറച്ച് പണം കൊടുത്തു, അതല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്വർണം കൊടുത്തുപോയി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഞാൻ കൊടുത്തു, ഇപ്പോൾ എനിക്കത് തിരിച്ചു കിട്ടാൻ വഴിയില്ല. അയാളുടെ പുറകെ ഞാൻ ഒരുപാട് നടന്നിട്ടും എനിക്കിപ്പോൾ എൻ്റെ വസ്തു തിരിച്ചു കിട്ടുന്നില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തോടെ ഒത്തിരി പ്രയാസത്തോടെ എൻ്റെ മുന്നിൽ എന്നോട് ഒത്തിരി പേർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് ഫലം കിട്ടിയ, വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പലർക്കും കടം കൊടുക്കാറുണ്ടല്ലേ. ഒരാളുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ കണ്ട് നമുക്ക് മനസ്സലിവ് തോന്നി നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കാറുണ്ട് അല്ലേ. ഒന്നുകിൽ നമ്മുടെ ബന്ധുക്കൾക്കായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കായിരിക്കാം, അതല്ലെങ്കിൽ അയൽപക്കക്കാർക്കായിരിക്കാം. അവർ നമ്മളോട് വന്ന് അവരുടെ വിഷമം പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അവർക്ക് കടം കൊടുക്കും. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ, കുറച്ച് പണമാണെങ്കിൽ അങ്ങനെ, അതല്ല സ്വർണം വല്ലതും പണയം വെക്കാനാണെങ്കിൽ അങ്ങനെ. നമ്മുടെ കയ്യിൽ നിന്നും അവർ ഇതെല്ലാം വാങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം, അതല്ലെങ്കിൽ പൈസ കിട്ടിയ ഉടനെ തന്നെ തിരിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ വസ്തു അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ വാങ്ങിക്കൊണ്ടുപോയതിന് ശേഷം അവർക്ക് വാങ്ങിയ ആ ഒരു ചിന്ത തന്നെ ഉണ്ടാവില്ല. പലർക്കും വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ അവർക്ക് നമ്മളോട് വളരെയധികം സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ആയിരിക്കും. ആപത്ത് സമയത്ത് സഹായിച്ചല്ലോ, ഒത്തിരി നന്ദിയും സന്തോഷവും ഒക്കെ അറിയിച്ചിട്ടായിരിക്കും അവർ വാങ്ങിക്കൊണ്ടുപോയിരിക്കുക. പക്ഷേ നമ്മളത് തിരിച്ചു ചോദിക്കുന്ന സമയത്തായിരിക്കും അവർ നമ്മളോട് ചിലപ്പോൾ മോശമായി പെരുമാറുക. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ നമ്മുടെ വസ്തു പിന്നെ തിരിച്ച് നമുക്ക് കിട്ടാൻ നമ്മൾ അവരുടെ പിന്നാലെ ഒരുപാട് നടക്കണമല്ലേ. കടം എന്ന് പറയുന്നത് അധികവും ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവർ പോലും, അതല്ലെങ്കിൽ നമ്മുടെ നല്ല സൗഹൃദത്തോടു കൂടിയുള്ള അയൽപക്കക്കാരാണെങ്കിലും കടം കൊടുത്ത ഒരു കാര്യം നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ പിന്നെ അവർക്ക് നമ്മൾ ശത്രു ആവുന്നത്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഉറ്റ സുഹൃത്തായവർ, അതുപോലെ തന്നെ കുടുംബങ്ങളിൽ വളരെയധികം സ്നേഹത്തോടെ ഇടപഴകിയവരായിരിക്കാം. പക്ഷെ നമ്മൾ ഈ കടം കൊടുത്ത് അവരുടെ നിസ്സഹായാവസ്ഥയോ ദയനീയതയോ അതല്ലെങ്കിൽ അവരുടെ വിഷമം കണ്ട് നമ്മൾ മനസ്സലിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ, കൊടുത്തേക്കാം. നമ്മളൊക്കെ അതിലുപരി അവരെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കും, അവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കും നമ്മളിത് അവരെ ഏൽപ്പിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ എടുത്തു തരാം, അതല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് അവർ പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ നമ്മൾ അത്രയേറെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഒരാളുടെ നിസ്സഹായാവസ്ഥയെ നമ്മളപ്പോൾ കരുതുന്നുള്ളൂ. നമ്മളൊന്നും മറ്റൊന്നും ചിന്തിക്കില്ല. നമ്മൾ സ്വർണമോ പണമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ അവർക്ക് നമ്മൾ ഈടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും വസ്തുക്കളോ നമ്മൾ അവർക്ക് നൽകുന്നു. ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, ഒരു വർഷം കഴിയും, നമ്മളത് തിരിച്ചു ചോദിക്കുമ്പോൾ, എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, പക്ഷെ അധികവും കടം നമുക്ക് ശത്രുക്കളെയാണ് ഉണ്ടാക്കുന്നത്. തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഒരു വട്ടം ചോദിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, 2 വട്ടം ചോദിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അവർ പിന്നെ നമ്മളെ കാണുന്നത് തന്നെ അവർക്ക് ശത്രുതയായിരിക്കും. നമ്മൾ അവരോട് കടം ചോദിക്കുന്നത് പോലെയായിരിക്കും പിന്നെ അവർ നമ്മളോട് പെരുമാറുക. അതല്ലാതെ
അവരുടെ വസ്തു നമ്മുടെ കയ്യിലാണ്, നമ്മളെ ആപത്ത് സമയത്ത് സഹായിച്ചാണ്, നമ്മുടെ ഒരു കഷ്ട സമയത്ത്, ഒരു പ്രയാസ സമയത്ത് നമുക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല, നമ്മളെ സഹായിച്ച വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അയാൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ കടം വാങ്ങിയ ഒരു പണമോ സ്വർണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവോ അവർ ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ അവർക്ക് തിരിച്ചു നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം നമ്മൾ വളരെ പ്രയാസ സമയത്ത് നമ്മളെ സഹായിച്ച വ്യക്തിയാണ്, നമുക്ക് ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ പലരും അതിനെ മുതലെടുത്തുകൊണ്ട് അത് മനസ്സിലാക്കാതെ അതെങ്ങനെ കൊടുക്കാതെ കഴിച്ചു കൂട്ടാം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. ഈ വ്യക്തി, കടം കൊടുത്ത വ്യക്തി, ഇയാളുടെ പിന്നാലെ എങ്ങനെ നടക്കുക. ഒരു മാസവും കഴിഞ്ഞു, ഒരു വർഷവും കഴിഞ്ഞു, ഒരാഴ്ച കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. എന്നത് ഒരാഴ്ച കഴിഞ്ഞു, പല ആഴ്ചകൾ ഇങ്ങനെ കഴിഞ്ഞ് പിന്നാലെ നടന്നിട്ടും അത് കിട്ടേണ്ട വഴിയില്ല, അയാൾക്കത് തരണമെന്നുമില്ല. അവർ തമ്മിലുള്ള ബന്ധവും ആകുന്നു. ഈ നിരന്തരം നമ്മൾ ഒരാളോട് പണം കൊടുത്തിട്ട് തിരികെ ചോദിച്ചാൽ അവർ ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളോ, ഞാൻ നിങ്ങളുടെ നിന്ന് പണം വാങ്ങിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് എങ്ങനെ ഇട്ടിട്ട് ചോദിക്കണോ, തിരിച്ചു തരും ഞാൻ ഒരു നാൾ എന്നൊക്കെ ആയിരിക്കും ചിലർ പറയുക. ഞാൻ തരുമല്ലോ, പറ്റിച്ചിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തരും എന്നൊക്കെ ആയിരിക്കും ചിലരുടെ അപ്പോഴുള്ള ഭാഷ. കടം കൊടുത്ത് പെട്ടുപോയി, ആ കുടുക്കിൽ പെട്ടുപോയ, അങ്ങനെ കുടുങ്ങിപ്പോയ ഒത്തിരി പേരാണ് നമുക്കിടയിൽ. അതുകൊണ്ട് വിഷമിക്കുന്ന, നമ്മൾ ഒരാളെ സഹായിച്ചത് കൊണ്ട് നമ്മൾ ഇടങ്ങേറാവുന്ന ഒത്തിരി അവസ്ഥകളുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, കടം എന്ന് പറയുന്നത്, കടം വാങ്ങിയവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യുദ്ധത്തിൽ ഷഹീദായവർക്ക് മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. പക്ഷെ കടമുണ്ടെങ്കിൽ അത് വീട്ടാതെ അള്ളാഹു നിന്നോട് പൊറുക്കുകയില്ല. അത്രയ്ക്കും ഗൗരവം നിറഞ്ഞതാണ് കടം. കടമില്ലാതെ മരണപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും. കടം കൊടുത്ത ഒത്തിരി പേരാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഇത്ത എന്തെങ്കിലും ഒരു വഴിയുണ്ടോ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ. ചിലപ്പോൾ ഈ കടം കൊടുക്കുമ്പോൾ അത് ആരും അറിയാതെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഒന്നുകിൽ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ വീട്ടുകാരോ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ സുഹൃത്തുക്കൾക്കോ അയൽപക്കക്കാർക്കോ കൊടുക്കുമ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ തരാമെന്ന് പറഞ്ഞാലേ, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞാലേ ആരും അറിയണ്ട, വേഗം എടുത്തതാ. ചിലപ്പോൾ നമ്മൾ വീട്ടുകാരോട് ചോദിക്കാനൊന്നും അവർ സമ്മതിച്ചില്ലെങ്കിലോ നമ്മൾ അവരുടെ വിഷമം കേട്ട് അങ്ങ് അലിഞ്ഞു പോയിട്ട് കൊടുക്കുകയാണിത്. നമ്മൾ അവരുടെ വിഷമം കേട്ട് മനസ്സലിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരാളുടെ സമ്മതത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുകയോ ഒന്നും നമ്മൾ ചെയ്യാതെ നമ്മളവരുടെ വേദന അറിഞ്ഞുകൊണ്ട് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അവരെ സഹായിക്കണമെന്ന് നമ്മുടെ മനസ്സ് അത്രയും ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഇതിൽ നമ്മൾ കൊടുത്തു പോവുകയാണ്. അപ്പം നമ്മൾ മറ്റൊരാളോടും ചോദിച്ചിട്ടുണ്ടാവില്ല, എന്തായാലും ഒരു മാസത്തിനുള്ളിൽ എടുത്തു തരാമല്ലോ, അതുവരെ ആരും അറിയാതെ നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക. പക്ഷേ ഇതിങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നീണ്ടു പോകുമ്പോൾ എന്താവും, ഇതെല്ലാവരും അറിയും, പ്രശ്നങ്ങളാകും, പലതരത്തിലുള്ള നമുക്ക് കടം കൊടുത്ത് സത്യത്തിൽ ശത്രുതയാണ് കൂടുതലുണ്ടാവുന്നത്. കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സലിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരാളുടെ നിസ്സഹായ അവസ്ഥയും അയാളുടെ വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കടം കൊടുക്കുന്നത്. കടം കൊടുത്താൽ ഇടം കൊടുക്കണം എന്നും കൂടി ഒരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ ഇടവും കൊടുക്കും, അവസാനം ശത്രുതയും കിട്ടും. അങ്ങനെയുള്ള ഒത്തിരി പേരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ തെളിവ് സഹിതമാണ് കാണിച്ചു തരുന്നത്. ഒത്തിരി പേർക്ക് ഈ ദുആ കൊണ്ട് ഉത്തരം കിട്ടിയ അത്രയും ശക്തമായ ഒരു ദുആയാണ്. കടം വാങ്ങിയവർ ശ്രദ്ധിക്കുക, നിന്നെ കൊണ്ട് തിരിച്ച് വീട്ടാൻ കഴിയുന്ന കടങ്ങളുടെ ബാധ്യത മാത്രമേ നീ ഏൽക്കാവൂ. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ, കടം തന്ന ആളുടെ മനസ്സ് മുഷിപ്പിക്കാതെ, അയാളുടെ പ്രാക്ക് വാങ്ങാതെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ നീ അധ്വാനിക്കുക, നീ ശ്രമിക്കുക. കടം വളരെയധികം ഗൗരവകരമേറിയ ഒരു വിഷയം തന്നെയാണ്. കടമുള്ള ഒരു വ്യക്തിയോട് കടമുണ്ടെങ്കിൽ അള്ളാഹു നിന്നോട് പൊറുക്കപ്പെടുകയില്ല, അത് നീ ഓർത്തോളൂ. അപ്പോൾ ദിക്ർ ഏതാണെന്ന് പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ അസ്മായിൽപ്പെട്ട വളരെ പരിശുദ്ധമായ ഒരു നാമമാണ് യാ വാരിസു. അപ്പോൾ നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ തിരിച്ചു കിട്ടാനുള്ളത്, പണമായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ, എത്ര മൂല്യമുള്ള വസ്തുവാണെങ്കിൽ പോലും, എത്ര കോടികൾ വിലമതിക്കുന്ന വസ്തുവാണെങ്കിൽ പോലും, നിങ്ങളുടെ വസ്തു മറ്റൊരാളുടെ അധീനതയിലാണെങ്കിൽ
അത് തിരിച്ചു കിട്ടാൻ നിങ്ങൾ ഈ പരിശുദ്ധ നാമം അധികരിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമോ അത്രത്തോളം ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് അത്രത്തോളം നിങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ പണമോ സ്വർണമോ അതല്ലെങ്കിൽ എത്ര മൂല്യമുള്ള വസ്തുവാണെങ്കിൽ പോലും, എത്ര കോടികൾ വിലമതിക്കുന്ന വസ്തുവാണെങ്കിൽ പോലും, നിങ്ങളുടെ വസ്തു മറ്റൊരാളുടെ അധീനതയിലാണെങ്കിൽ അത് തിരിച്ചു കിട്ടണേ റബ്ബേ. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വസ്തു അതല്ലെങ്കിൽ എൻ്റെ പണം അതല്ലെങ്കിൽ എൻ്റെ സ്വർണം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ വസ്തു അത് തിരിച്ചു കിട്ടണേ, എത്രയും പെട്ടെന്ന് തന്നെ എനിക്കത് തിരിച്ചു കിട്ടണേ റബ്ബേ എന്ന് നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് യാ വാരിസു യാ വാരിസു യാ വാരിസു എന്ന് നിങ്ങൾ അധികരിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ ചൊല്ലുക. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എത്ര വിലയേറിയ എത്ര മൂല്യമുള്ള വസ്തുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, വെറുതെ ദുആ ചെയ്തതുകൊണ്ട് മാത്രമായില്ല. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം വേണം. അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വസിക്കുക. ദുആയിൽ നിങ്ങൾ ഏത് ദുആയാണ് ചെയ്യുന്നത് ആ ദുആകളിൽ നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ അത്രയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു തരി പോലും നിങ്ങൾക്ക് സംശയത്തിൻ്റെയോ പരീക്ഷണാർത്ഥമോ നിങ്ങൾ ചെയ്യരുത്. അതിന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ചിലർ പറയുന്നതാണ് ഈ ദിക്ർ ചൊല്ലിയ ഫലം കിട്ടുമോ നോക്കാം എന്നൊക്കെ കരുതി ചിലർ പരീക്ഷണാർത്ഥം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംശയത്തോടെ ചെയ്യുന്നവരുണ്ട്. അപ്രകാരം ഒരിക്കലും ഒരു ദുആ ചെയ്യരുത്. അത്രമേൽ പരിപൂർണമായി നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിലും നിങ്ങൾ ദുആകളിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈമാനോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ശാന്തമായി നന്മയോടെ നിങ്ങൾ ദുആ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു കാര്യം, ദുആ ചൊല്ലുമ്പോൾ മനസ്സ് ശാന്തവും ഏകാഗ്രതവുമായിരിക്കണം. ദുആകൾ ചൊല്ലുമ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അതല്ലെങ്കിൽ ഇടയിൽ വെച്ച് നിർത്താതെ ഏകാഗ്രതമായിട്ട് വളരെ ശാന്തമായിട്ട് നമ്മുടെ ദുആകൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ എപ്പോഴാണോ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ഇരുന്ന് ഏകാഗ്രതമായിട്ട് വേണം നിങ്ങൾ ദുആ ചൊല്ലുവാൻ. അപ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും ദൂരീകരിച്ച് സന്തോഷത്തോടു കൂടിയും റാഹത്തോടു കൂടിയും നമുക്കൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. നാളെ മറ്റൊരു വിഷയത്തിനുള്ള ദുആയുമായിട്ട് കാണാം. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.